ഓസ്ട്രേലിയ ഈ ഒരു കൺട്രീനെ പറ്റി പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് നഴ്സിംഗ് തന്നെയാണ്. അതെ, നഴ്സസിൻ്റെ പാരഡൈസ് ആണ് ഓസ്ട്രേലിയ. ഡസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്ന നമ്പർ 1 കൺസൾട്ടൻസിയാണ്. നമ്മൾ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിരുന്ന പ്രൊഫൈൽസ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിൻ്റെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിൻ്റെ പ്രൊഫൈൽസ് അല്ലാതെ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് എങ്ങനെ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പ്രൊഫഷൻ എടുക്കാം, ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഓസ്ട്രേലിയയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയാലുള്ള ബെനിഫിറ്റുകൾ, ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഒരു കോഴ്സിനെ പറയുന്നത് BSN ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്. നമ്മുടെ നാട്ടിൽ BSc നഴ്സിംഗ് എന്ന് പറയും. ആ സെയിം കോഴ്സ് തന്നെയാണ് ഓസ്ട്രേലിയയിൽ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്. ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 3 വർഷമാണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് BSc നഴ്സിംഗ് പഠിച്ച നഴ്സസ് ആണെങ്കിൽ അവർക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ OBA പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് കുറച്ച് എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കും. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് കൗൺസിലാണ് ANMAC. ANMACൻ്റെ അപ്രൂവൽ ഉള്ള കോഴ്സാണ് ഓസ്ട്രേലിയയിലെ എല്ലാ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കോഴ്സുകളും. ഈ കോഴ്സ് ചെയ്യുന്നത് വഴി ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യാൻ സാധിക്കും. +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനാണ് ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ഉള്ളത്. ടോട്ടൽ പെർസെൻറ്റേജ് മിനിമം 70 എങ്കിലും വേണം ഓസ്ട്രേലിയയിലെ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പല പാരൻസും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കാറുള്ളതാണ്, 3-4 വർഷം മുമ്പ് +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിന് ഓസ്ട്രേലിയയിൽ ബാച്ചലർ ഓഫ് നഴ്സിംഗ് കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുമെന്ന്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ 2 വർഷം മുമ്പെങ്കിലും +2 കംപ്ലീറ്റ് ചെയ്ത ആളാണ്, ബയോളജി ഉണ്ട്, 70% ഓർ എബോവ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 2 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇമിഗ്രേഷനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് മോർ ദാൻ 2 ഇയേഴ്സ് സ്റ്റഡി ഗ്യാപ്പ് ഉള്ള പ്രൊഫൈൽസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി അത്യാവശ്യം നല്ല പ്രൊഫൈൽസ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലും സ്ട്രോങ് ആണെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷമോ അതിൽ മുമ്പത്തെ വർഷമോ +2 കംപ്ലീറ്റ് ചെയ്ത് ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 2026 ഫെബ്രുവരിയിലേക്കുള്ള ഇൻടേക്കിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇടാവുന്നതാണ്. ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് സ്കോർ മാൻഡേറ്ററി ആണ്. റൈറ്റിംഗിന് 6.5ഉം ബാക്കി 3 മൊഡ്യൂൾസിനും 7 ആണ് ചോദിക്കുന്നത്. IELTS ആണെങ്കിൽ അക്കാഡമിക് ആണ് അക്സെപ്റ്റ് ചെയ്യുക. IELTS ഇല്ലാത്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ആപ്ലിക്കേഷൻ ഇടാനായിട്ടും കണ്ടീഷണൽ ഓഫർ ലെറ്റർ എടുത്തു തരാനായിട്ടും സാധിക്കും. ഇനി ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിലോ 3 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ അപ് ടു 4 ഇയേഴ്സ് വരെ സ്റ്റേ ബാക്കും അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇയർലി ഫീസ് 17 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ജോബും അലൗഡ് ആണ്. ഫോർട്ട്നൈറ്റ്ലി 48 അവേഴ്സ് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടാകുകയില്ല. 2 or 3 ഡേയ്സ് ഒക്കെ ആയിരിക്കും മാക്സിമം എല്ലാ യൂണിവേഴ്സിറ്റീസിലും ക്ലാസ് ഉണ്ടാകുന്നത്. ബാക്കി നിങ്ങൾക്ക് അലോ ചെയ്തിരിക്കുന്ന അവേഴ്സോ അല്ലെങ്കിൽ ലീഗലി വർക്ക് ചെയ്യാനായിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് അലോ ചെയ്തിരിക്കുന്ന അവേഴ്സ് നിങ്ങൾക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 48 അവേഴ്സ് ഫോർട്ട്നൈറ്റ്ലി അലൗഡ് ആണ്. വീക്ക്ലി നോക്കുമ്പോൾ ഏകദേശം 24 മണിക്കൂർ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ ലിവിങ് കോസ്റ്റും അത്യാവശ്യം വേണ്ട ട്യൂഷൻ ഫീസൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം പറയാനുള്ളത്, BSc നഴ്സിംഗ് കോഴ്സ് നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കെയർ ഹോമിൽ കെയറായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. കാരണം നിങ്ങളുടെ പ്രൈമറി കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് നഴ്സിംഗ് ആണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു സർട്ടിഫിക്കേഷൻ കോഴ്സോ കാര്യങ്ങളും കൂടി എടുത്തു കഴിഞ്ഞാൽ കെയറായിട്ട് വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല എമൗണ്ടും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ട് ടൈമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ബാക്ക് 4 വർഷമാണെന്ന് പറഞ്ഞല്ലോ. ഓരോ റീജിയൻ അനുസരിച്ച് സ്റ്റേ ബാക്കിൻ്റെ ഡ്യൂറേഷന് വ്യത്യാസം ഉണ്ടാവും. അപ് ടു 4 ഇയേഴ്സ് വരെയാണ്. സോ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷത്തെ സ്റ്റേ ബാക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. 7 വർഷം ഓസ്ട്രേലിയയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഓസ്ട്രേലിയയിലെ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കോഴ്സ്. ട്യൂഷൻ ഫീസ് 17 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ പെർ ഇയർ വന്നാലും സ്കോളർഷിപ്പ് 10 to 30%
യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പാണ് കൊടുക്കുന്നത്. +2 നിങ്ങളുടെ മാർക്ക്, IELTS സ്കോറ്, ബാക്കി കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് എലിജിബിൾ ആണെങ്കിൽ അപ് ടു 30% വരെ സ്കോളർഷിപ്പും അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. കോഴ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കോഴ്സ് ഓസ്ട്രേലിയയിലെ ലീഡിംഗ് കോഴ്സാണ്. സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഗ്രാജുവേറ്റ് നഴ്സായി, അതും രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ബെനിഫിറ്റ് ആണ് പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബ് ഫോർട്ട്നൈറ്റ്ലി 48 മണിക്കൂർ വർക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ചെറിയ കോഴ്സായ സർട്ടിഫിക്കറ്റ് 3 ഇൻ ഏജ്ഡ് കെയറോ സർട്ടിഫിക്കറ്റ് 3 ഇൻ ഡിസബിലിറ്റി അങ്ങനത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ടൈമിന് അത്യാവശ്യം നല്ല സാലറിയോട് കൂടി തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. കൂടാതെ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് ഒരു കെയർ ഹോമിലാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നഴ്സായി തുടരാനും സാധിക്കും. ഓസ്ട്രേലിയയിലെ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ര രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഓൾറെഡി നിങ്ങൾക്ക് കെയർ ഹോമിൽ എക്സ്പീരിയൻസും ഉണ്ട്. ആ കെയർ ഹോമിൽ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ വേക്കൻസീസ് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഡെസ്മ ഇന്റർനാഷണൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് നമുക്ക് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അടുത്ത ബെനിഫിറ്റ് ആണ് ടോട്ടൽ 7 വർഷം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ PR ഏതാണ്ട് ഉറപ്പിക്കാം. കാരണം PR-ൻ്റെ റിക്വയർമെൻറ്റ് ഓൾറെഡി ഓസ്ട്രേലിയയിൽ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയൻ സ്റ്റഡി ഉണ്ട്, ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉണ്ട്, റീജിയണൽ ഏരിയയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കോർ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു സ്കില്ല് എന്തായാലും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാക്സിമം ഇംഗ്ലീഷ് സ്കോർ എടുക്കാൻ സാധിച്ചാൽ അതിനും നിങ്ങൾക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടും. സോ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ PR-ന് നല്ല പോയിന്റ്സോട് കൂടി എത്രയും പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയൻ PR എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. 2026 ഫെബ്രുവരിയിൽ ഇൻടേക്ക് അവൈലബിൾ ആണ്, ജൂലൈയിലും ഇൻടേക്ക് അവൈലബിൾ ആണ്. സോ ഈ 2 ഇൻടേക്കിലേക്കും നോക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിൽ കിട്ടിയിരിക്കുന്നവരാണെങ്കിൽ ഡെസ്മ ഇന്റർനാഷണലെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഫുൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫ്രീ കൗൺസിലിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കുറേ പാരൻസ് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ നമ്മൾ ഇടയ്ക്കൊന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ 2026 ഫെബ്രുവരിയിലേക്കുള്ള ഇൻടേക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫ്രീ കൗൺസിലിംഗ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.